അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ നിലനിർത്താനാണ് അല്ലാഹു തആല ഇബാദത്തുകൾ നിയമമാക്കിയത് നമ്മൾ മനസ്സിലാക്കി. ഇനി സഹോദരങ്ങളെ, നഷ്ടപ്പെടുന്ന ആളുകളുടെ അവസ്ഥയോ? ഇബാദത്തുകളിൽ മാത്രമല്ല, അതല്ലാത്ത സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാതെ വരുന്നൊരവസ്ഥ, അള്ളാഹുവിനെ ദിക്ർ തീരെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, അങ്ങനെയുള്ള ആളുകളുടെ ഖൽബ് അത് ഖസ്വത്ത് ബാധിച്ചതാണ് എന്നും അതിന് ശക്തമായ താക്കീത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹു തആല പറഞ്ഞു നോക്കൂ, ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അതെ, ഖൽബിന് കാഠിന്യം ബാധിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ യാതൊരു സ്ഥാനവുമില്ലാതെ അത്രത്തോളം കടുത്തുപോയ ആളുകൾക്ക് നാശം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർ വഴികേടിലാണ് എന്ന്. മറ്റൊരായത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിബ് ലഹു ശൈത്താന. ആരാണോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിപ്പോകുന്നത് അവനൊപ്പം ചേർക്കപ്പെടുന്നത് ഒരു പിശാചിനെയായിരിക്കും. പിന്നീട് ആ പിശാച് അവനെ യഥേഷ്ടം വഴി തെറ്റിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തിന്റെ രഹസ്യമായിട്ടുള്ള, ഇബാദത്തിന്റെ ക്യാമ്പായിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്താൻ നാം ഏറ്റവും അധികമായി പരിശ്രമിക്കേണ്ടതുണ്ട്, ഏറ്റവും അധികമായി അതിന് പണിയെടുക്കേണ്ടതുണ്ട്. ഇതാ ഈ ദിവസങ്ങൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും ധാരാളം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് സന്ദർഭത്തിലും, നമ്മുടെ ജോലി സന്ദർഭത്തിലോ നമ്മുടെ കച്ചവട സന്ദർഭത്തിലോ നാം വെറുതെ ഇരിക്കുമ്പോഴോ എല്ലാം നമ്മുടെ നാവിൽ ഏറ്റവും അധികം വർദ്ധിക്കേണ്ട ദിക്റുകളുടെ സമയമാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതിനെ തൊട്ട് അശ്രദ്ധരാകാതെ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസങ്ങളെ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ മുൻപന്തിയിലെത്താൻ, അതിലൂടെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ ശ്രമിക്കുക.